ശ്രീ എസ് എൻ സ്വാമി, സിനിമ നമുക്ക് മാറ്റി നിർത്താം. ഈ താമരശ്ശേരി കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ കുട്ടികളെ എങ്ങനെ തെറ്റുതിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവും? ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പണ്ടും വളരെ വർഷങ്ങൾക്ക് മുമ്പും പലപ്പോഴായിട്ട് സ്കൂളുകളിലും കോളേജിലൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയമാണ്. ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തം ഈ പറയുന്ന കുട്ടികളെ അവരുടെ യഥാർത്ഥ സ്വഭാവമായിട്ട് നമ്മൾ ഒരിക്കലും ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഇവിടുത്തെ ഒരുപക്ഷെ ശാസ്ത്രീയമായിട്ടുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിവില്ലായിരിക്കാം. നേച്ചറിന് മാത്രമേ അവരെ തിരുത്താൻ പറ്റുള്ളൂ. ആ നേച്ചറുമായിട്ടുള്ള ഇടപെടലുകൾ ആ കുട്ടികളിൽ ചെറുപ്പം മുതലേ തുടങ്ങിയാൽ അവർ വയലൻ്റ് ആവാൻ പറ്റില്ല. അവരൊരിക്കലും അധാർമികത കാണിക്കാൻ പറ്റില്ല. കാരണം നേച്ചറിനെ പോലെ ഇത്രയും സെക്യൂർഡായിട്ടുള്ള ഒരു എനർജി വേറെ ഒന്നിലുമില്ല. ഒരുപക്ഷെ സയൻസ് അത് അംഗീകരിക്കില്ലായിരിക്കാം, കാരണം അതിന് തെളിവുകളില്ല, പ്രാക്ടിക്കലായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറയും എന്നും അതെ, ഈ കുട്ടികളെ ചെറുപ്പം മുതലേ നേച്ചറിൻ്റെ ഏതെല്ലാം വശങ്ങളിൽ ഏതെല്ലാം തരത്തിൽ അവരെ ഇടപെടിപ്പിക്കാൻ പറ്റുമോ, അവരെ അതിലേക്ക് ഇഴുകി ചേർക്കാൻ പറ്റുമോ, ഈ പറയുന്ന വിദ്യാഭ്യാസത്തിനൊപ്പം അവരുടെ മാനസിക വളർച്ച കൂടെ ഉണ്ടാവും. ഇപ്പോൾ മാനസിക വളർച്ചയ്ക്ക് വിദ്യാഭ്യാസത്തിൽ സ്ഥാനമില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം മുഴുവൻ. ഇതിപ്പോൾ എല്ലാവരിലും ഒരുപോലെ ആവണമെന്നില്ല. എണ്ണപ്പെട്ട ഒന്നോ രണ്ടോ പേരിലാവാം. അവർക്ക് ഏതെങ്കിലും സാഹചര്യം കിട്ടുമ്പോൾ അവരുടെ മനസ്സിലെ ഈ പ്രശ്നങ്ങൾ അവർക്ക് ഉണർത്താൻ, ഇല്ലെങ്കിൽ അവരെ അതിനെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യാൻ ഏതെങ്കിലും വിഷയം കാണുമ്പോൾ അവർ ഉത്തേജിതരാവും. ഇത് ഏത് കാലഘട്ടത്തിലും വേണമെങ്കിൽ ഇത് സംഭവിക്കാം. പക്ഷേ ഫണ്ടമെൻ്റലി വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ഉദ്ദേശം ഈ പറയണ പോലെ ഈ ഭൗതിക വികസനം മാത്രമല്ല, മാനസികമായ വികസനം വളരെ മസ്റ്റാണ്. ഇന്നതില്ല, ഒരു വിദ്യാഭ്യാസത്തിലും ഇല്ല. അതാണ് ഇതിൻ്റെ ദോഷത്തിൻ്റെ മൂല കാരണം. അത് ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരേ ഒരു സംഘടനയ്ക്ക് മാത്രമേ അതിലെന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. വിദ്യാഭ്യാസത്തിൻ്റെ ഒപ്പം കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് വേണ്ട എന്തെല്ലാം ഉണ്ടോ, സയൻറ്റിഫിക്കായിട്ടായാലും എങ്ങനെയായാലും അത് ചെയ്തിരിക്കണം. ആ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ദുഃഖം പറഞ്ഞു അവോയ്ഡ് ചെയ്യാമായിരുന്നു. ഓക്കെ, ശ്രീ സുഭാഷ് ബാബു. ഹലോ, ശ്രീ സുഭാഷ് ബാബു, ശ്രീ എസ് എൻ സ്വാമി മുന്നോട്ട് വച്ചൊരു നിർദ്ദേശം അത് സ്വാഗതാർഹമാണോ? പറഞ്ഞു. അതെ, സ്വാഗതാർഹമാണ്. കാരണം നമ്മുടെ സാഹചര്യങ്ങളുമായിട്ട് ഇടപഴകുന്ന കാര്യങ്ങളാണല്ലോ അദ്ദേഹം പറഞ്ഞത്. സാഹചര്യങ്ങൾ മാത്രം അയാളെ ശരിയാക്കി കൊണ്ടുവരുന്ന കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്നും അതൊക്കെ നടക്കും. പക്ഷേ എങ്ങനെ സാഹചര്യങ്ങളിപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമായിരിക്കുന്നു. നമ്മൾ പുതിയൊരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വിവക്ഷിക്കുന്ന ആ സാഹചര്യത്തിലേക്ക് നമ്മൾ എത്താൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. എന്നാലും ശരി, അദ്ദേഹം പറഞ്ഞതനുസരിച്ച് മുമ്പ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, അർത്ഥവത്തായ കാര്യമായിരുന്നു. അതേ രീതിയിലായിരുന്നു ആളുകൾ വളർന്നതും. പക്ഷേ ഇന്ന് ആ സാഹചര്യങ്ങളൊന്നും കാണാനും അനുഭവിക്കാനും ആ കുട്ടികളെ സംബന്ധിച്ചുള്ള യുവതലമുറയ്ക്കൊന്നും സാധ്യതയില്ല. ഇതൊക്കെ ഒരു എന്താണ് പറഞ്ഞാൽ പാശ്ചാത്യൻ സംസ്കാരം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറി. എല്ലാം നമ്മൾ അതാണ് നോക്കിക്കാണുന്നത്. അല്ല, പണ്ട് അതല്ല. നാട്ടിൻ്റേതായ തനിമ എന്താ എന്ന് കണ്ടറിഞ്ഞ് വളരുന്ന അവസരത്തിൽ ആളുകളെ കണ്ടിട്ടും അവിടുത്തെ സാഹചര്യങ്ങൾ കണ്ടിട്ടും അവിടുത്തെ ആഘോഷങ്ങൾ കണ്ടിട്ടും അവിടുത്തെ പെരുമാറ്റങ്ങൾ കണ്ടിട്ടും അവിടുത്തെ വ്യക്തികൾ തമ്മിലുള്ള ആശയവിനിമയം കണ്ടിട്ടും അവർ പരസ്പരം സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും കണ്ടിട്ടും വളർന്നു. ആ സാഹചര്യം പോയി. അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സാഹചര്യം ഇന്നില്ല. ആ സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രീ എസ് എൻ സ്വാമി അദ്ദേഹം പറഞ്ഞ സാഹചര്യം 100% ശരിയാണ്. പക്ഷേ അതിലേക്ക് നമ്മൾ എത്തിക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ.